ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കാൻറ്റർബറി കനാൽസ് കാണാനാണ്. ഇപ്പം നമ്മളുള്ളത് കാൻറ്റർബറിയിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. കാൻറ്റർബറി ഇംഗ്ലണ്ടിലെ കെന്റ് കൗണ്ടിയിലുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള പട്ടണമാണ്. പ്രശസ്തമായ കാൻറ്റർബറി കത്തീഡ്രലും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കത്തീഡ്രലിന്റെ ഒരു വിശദമായ വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ആ വീഡിയോ കൂടി എല്ലാവരും ഒന്ന് കണ്ടേക്കണേ. മധ്യകാല സ്മരണകൾ വിളിച്ചോതുന്ന മനോഹരമായ തെരുവുകൾ, സാംസ്കാരിക പൈതൃകം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ പട്ടണം. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ മതകേന്ദ്രമായ ഈ പട്ടണം യൂറോപ്പിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ റിലാക്സ്ഡ് ആണ്. അവർ വീക്കെൻഡ് എൻജോയ് ചെയ്യുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ നടത്തം കത്തീഡ്രൽ കാണാനോ ഇവിടുത്തെ കെട്ടിടങ്ങൾ കാണാനോ ഒന്നുമല്ല, റിവർ സ്റ്റോറിന്റെ കരയിലേക്കാണ്. ഇതിനെ ചിലർ കാൻറ്റർബറി കനാൽ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ചെറിയ നദിയാണ്. നഗരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രാചീന ജലമാർഗം. റിവർ സ്റ്റോർ ഈ നഗരത്തെ 1000 വർഷത്തിലേറെയായി പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നദിക്ക് വീതി കുറവാണെങ്കിലും വളരെ നീളമുള്ളതാണ്. കെന്റ് മുഴുവൻ ഒഴുകി നോർത്ത് സീയിൽ ചേരുന്നു. പഴയ കാലത്ത്, പ്രത്യേകിച്ചും മധ്യകാലഘട്ടത്തിൽ, ഈ നദിയിലൂടെ വ്യാപാരവും ഗതാഗതവുമാണ് നടന്നിരുന്നത്. പഴയ മില്ലുകൾ, കപ്പൽ തുറകൾ, ചരക്കു ഗതാഗതം ഇവയെല്ലാം റിവർ സ്റ്റോറിനെ കേന്ദ്രീകരിച്ചായിരുന്നു. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1514 ഒരു പ്രധാന നിയമം പോലും പാസാക്കിയിട്ടുണ്ട്. നദിയിൽ കൂടിയുള്ള യാത്രാവിനിമയം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിയമമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ നദി ഈ നഗരത്തിന്റെ ഒരു സ്പന്ദനമാണെന്ന് വേണം പറയാൻ. ഇന്ന് റിവർ സ്റ്റോർ കാൻറ്റർബറിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടുത്തെ ഹിസ്റ്റോറിക് റിവർ ടൂർസ് ലോക പ്രശസ്തമാണ്. നദിയിലൂടെ പോകുന്ന ഈ ചെറു ബോട്ടുകൾ നഗരത്തിന്റെ അരികിലൂടെ പതുക്കെ പതുക്കെ സഞ്ചരിക്കുന്നു. ഈ ബോട്ട് യാത്ര തികച്ചും റിലാക്സിംഗ് ആണ്. നമ്മൾ ഇവിടെ നിന്നും നദിയുടെ മറ്റൊരു മനോഹരമായ തീരത്തേക്ക് പോവുകയാണ്. നടന്നാണ് പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ കൂടിക്കോ. നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ഞങ്ങളൊരു പാർക്കിനകത്തുകൂടി ഈ നദിയുടെ മറ്റൊരു തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്ത് രസാന്ന് നോക്കിക്കേ, ഇവിടെ ഈ ബോട്ട് ഈ കനാലിൽ കൂടി ഇങ്ങനെ പോകുന്ന കാണാനായിട്ട്. ഇവിടെ ഈ നദിയുടെ ഇരുവശത്തും അത്യന്തം മനോഹരമായ പ്രകൃതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ തരം പക്ഷികളും ചെറിയ ജലജീവികളും നദിക്കരയിലെ പച്ചപ്പും പൂക്കളും ഇതെല്ലാം ഒരുമിച്ച് ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പ്രകൃതി ഇവിടെ.
സരളമായി പറഞ്ഞാൽ നദിയുടെ കരയിൽ കൂടിയുള്ള ഒരു ചെറിയ നടത്തം പോലും മനസ്സിന് ഒരു വലിയ ശാന്തിയാണ് നൽകുന്നത്. റിവർ സ്റ്റോർ ഒരു നദി മാത്രമല്ല, കാന്റർബറിയുടെ ചരിത്രം, സംസ്കാരം, പ്രകൃതി, ജീവിതം എല്ലാം ഒരുമിച്ചൊഴുകുന്ന ഒരു സഞ്ചാരപാതയാണ്. ഇനി നമുക്ക് കുറച്ച് സമയം ഇവിടുത്തെ കാഴ്ചകളോടൊപ്പം തന്നെ നാച്ചുറൽ മ്യൂസിക്കും ഒന്ന് എൻജോയ് ചെയ്താലോ? വെള്ളത്തിന്റെ കളകള ശബ്ദവും കിളികളുടെ കളകൂജനവും ഒക്കെ ആയിട്ട്. Much older than this. Don't worry, it's no rush. Just take some photos. It's a lovely scene. Wow. അപ്പൊ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പാർക്ക് ആൻഡ് റൈഡിന്റെ ബസ്സിൽ കയറി ന്യൂ ഡോവർ റോഡ് പാർക്ക് ആൻഡ് റൈഡിന്റെ പാർക്കിംഗ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഈ ബസ്സിൽ കയറി കാന്റർബറി സെന്ററിലേക്ക് പോയത്. അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കാന്റർബറി കത്തീഡ്രലിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറന്നുപോകല്ലേ. അപ്പോൾ ഇതുപോലുള്ള യാത്രാ വീഡിയോകളുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.